കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞല്ലോ, ഭരണപരാജയം, അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലിയർ. സാധാരണ പറയുന്ന മൂന്നാമത്തെ വാചകം പറഞ്ഞില്ല. മൂന്നാമത്തെ വാചകം സഖാവ് പിണറായി വിജയൻ രാജിവെക്കണം അതായിരുന്നു. അതിപ്പോ അടുത്ത ഘട്ടത്തിൽ പറയായിരിക്കും. പരസ്യം കഴിഞ്ഞ് ചർച്ച തിരിച്ചു വരുമ്പോഴേക്കും പറയും. ഇതൊക്കെ റെക്കോർഡ് ഭാഷയാക്കി വച്ചിരിക്കുക. എന്നിട്ട് എന്തെങ്കിലും കുറവുണ്ടോ? അതാണ് ചർച്ച ചെയ്യേണ്ടത്. അത് പരിഹരിക്കാൻ ഇച്ഛാശക്തിയോടെ പ്രവർത്തിക്കുന്ന ദേവസ്വം ബോർഡ് സംവിധാനവും പോലീസ് സംവിധാനവും ഇവിടെയുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായും ആ ഭക്തന്മാർക്കുള്ള സൗകര്യം ഉറപ്പുവരുത്തി തന്നെ മുന്നോട്ട് പോകും. അത് വഴിയേ അറിഞ്ഞോളൂ. ഒടുക്കം ഒരു കാര്യം പറഞ്ഞു, ഞാൻ പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സ് പറഞ്ഞതായിരിക്കും ഇന്ന് കേരളത്തിലെ ഏതൊരു സാധാരണ സഖാവിന്റെയും മനസ്സാണ് അരുൺകുമാർ പഠിപ്പിച്ചത്. കോൺഗ്രസ്സുകാർ പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെടണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് CPM-കാരാണ്. അങ്ങനെയുള്ള ഒരു സാധാരണ CPM-കാരനായിട്ടുള്ള അരുൺകുമാർ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റൊന്നുമില്ല. ഞാൻ ഇത്തവണ അത് ആവശ്യപ്പെടാത്തത് അത് ഓർമ്മിപ്പിച്ചതിന് ഞാൻ അരുൺകുമാറിനോട് നന്ദി പറയുകയാണ്. താങ്കളുടെ കൂടി ആവശ്യപ്രകാരം പിണറായി രാജിവെക്കണമെന്ന് ആവശ്യപ്പെടാൻ ഞങ്ങൾക്ക് ഒരു മടിയില്ല. പക്ഷേ തൊലിക്കട്ടിയുടെ കാര്യത്തിൽ ഒരുപക്ഷെ ലോക റെക്കോർഡ് കിട്ടാവുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി ഇനി ഞങ്ങൾ എത്ര പറഞ്ഞാലും രാജിവെക്കാൻ പോകുന്നില്ല. ഇതിൽ കൂടുതൽ ആരോപണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്നിട്ടും അദ്ദേഹം രാജിവെച്ചിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഇതിൽ വീണ്ടും ആവർത്തിക്കുന്നതിൽ വലിയ സാധ്യതയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അത് വിട്ടുപോയത്. മുന്നൊരുക്കം പാളി എന്ന് പറഞ്ഞത് കോൺഗ്രസ് അല്ലല്ലോ. ഇവിടെ LDF സർക്കാർ തന്നെ തെരഞ്ഞെടുത്തിട്ടുള്ള ദേവസ്വം ബോർഡിന്റെ പുതിയ അധ്യക്ഷൻ അദ്ദേഹം പറഞ്ഞല്ലോ മുന്നൊരുക്കം പാളി എന്നുള്ളത്. കുറ്റസമ്മതം പോലെ പറഞ്ഞല്ലോ. അദ്ദേഹം നടത്തിയിട്ടുള്ള കുറ്റസമ്മതം അതിന്റെ ആത്മാർത്ഥത പോലും ഇവിടെ CPM-ന്റെ പ്രതിനിധിയുടെ ഭാഗത്ത് ഉണ്ടാവുന്നല്ലോ. എന്നിട്ട് ഞങ്ങൾ പച്ചനുണ പറയുന്നു, ഞങ്ങൾ കോൺഗ്രസ് കള്ളം പറയുന്നു എന്നൊക്കെയാണല്ലോ ഇവിടെ അദ്ദേഹം ആക്ഷേപിച്ചത്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി.